മാമയുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വേദുട്ടൻ്റെ കളിപ്പാട്ടം ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടോ. അതിൻ്റെ പരിഭവം പിണക്കമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വേദുട്ടന് പുതിയൊരു കളിപ്പാട്ടം വാങ്ങാൻ പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ എന്തിന് പോകുമ്പോഴും ചിലപ്പോൾ കുടുംബസമേതമാണ് കേട്ടോ പോവുക. അത് ഈ തൊട്ടടുത്തതൊക്കെയാണെങ്കിലും അങ്ങനെയാണ് ചിലപ്പോൾ പോവുക. ഞങ്ങൾക്കും ആവശ്യങ്ങളുണ്ട്, അപ്പോൾ പിന്നെ ഒരുമിച്ച് പോകാൻ വിചാരിക്കും. അപ്പോൾ ഈ കാണുന്നത് വേറെ ഒന്നല്ല കേട്ടോ, ഞങ്ങളുടെ കേടുവന്ന ഫാന് ആക്രിക്കടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് പൈസ കിട്ടുമല്ലോ. ഇവിടെ വന്നിട്ട് എടുക്കുകയാണെങ്കിൽ അവർ 10 രൂപ 20 രൂപയ്ക്ക് തരുള്ളൂ. അവിടെ പോയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് തോനെ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളെന്നാൽ അങ്ങനെ പോകും വഴിക്ക് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വാച്ച് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഗൈസ്. ഏട്ടൻ ബേബിക്കുട്ടിക്ക് വാങ്ങിക്കൊടുത്ത 3 വാച്ചുകളിൽ ഒന്നാണിത്. അതിലൊന്ന് ഞാനെടുത്തു, എനിക്കത് കറക്റ്റാണ്, കുറച്ച് ലൂസേ ഉള്ളൂ. ബാക്കി 2 എണ്ണം ബേബിക്കുട്ടിക്ക് ലൂസാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ കണ്ണി മുറിക്കും ചെയ്യാൻ പോകും വഴി എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ നേർവഴി കൂടെയല്ല പോകുന്നത്, കാരണം അവിടെയൊക്കെ റോഡ് മൊത്തം നാശമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് വളഞ്ഞ വഴി കൂടെ പോകാൻ പറഞ്ഞിട്ട് ബാലവാടിയുടെ അത് കൂടെയൊക്കെയാണ് കേട്ടോ പോയത്. അപ്പോൾ പോകും വഴിയുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടിയിൽ കയറിയാൽ പിന്നെ എൻ്റെ പുത്രൻ പിന്നെ ഒന്നും മിണ്ടില്ല, അത്രയും നല്ല കുട്ടിയാണ്, അല്ലെങ്കിൽ നല്ല കുട്ടിയാണ് കേട്ടോ. പിന്നെ ഇത് അമ്പലക്കുളമാണ്. അവിടെ ഒരു ചിറക്കിൽ അമ്പലമുണ്ട്, അവിടുത്തെ കുളമാണ്. ഇവിടെ ഫുള്ള് മറ്റേ ഇതൊക്കെയായിരുന്നേ, വേസ്റ്റൊക്കെ കൂടിയിട്ട് കടന്ന് ആകതായിട്ട് പച്ചപ്പ് ഇതൊക്കെ ആയിട്ട് ആകതായിരുന്നേ. ഇപ്പം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അമ്പലക്കുളം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം മഴ പെയ്യുന്ന ടൈം ആയപ്പോഴാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. നല്ല രസമല്ലേ കാണാൻ, നല്ല വൃത്തിയുണ്ട്. നീന്താൻ അറിയുന്നവർക്ക് നല്ല സുഖമായിരിക്കും, ഇങ്ങനെ ചാടി നീന്താൻ നല്ല സുഖമാണ്. എനിക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ പറയും, അതുകൊണ്ട് നീന്തൽ അറിയുന്നവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കറുകപ്പത്തൂർ എത്തിയിട്ടോ. കറുകപ്പത്തൂർക്കാണ് ഇതൊക്കെ വാങ്ങാനും ചെയ്യാനൊക്കെ ഞങ്ങൾ പോണത്. ഒരൊറ്റ നേരം കൊണ്ട് ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അമ്മ ഫാനൊക്കെ കൊടുക്കുക, അമ്മ കൊണ്ടുവന്ന ഫാന് ഏട്ടൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത്, അവിടെ ആളുണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏതോ ഒരു സാധനം അമ്മ എടുക്കാൻ മറന്നു കേട്ടോ. അതൊക്കെ കൊടുത്തു. 10-200 രൂപയൊക്കെ കിട്ടി കേട്ടോ. 200 അടുത്തൊക്കെ കിട്ടിയേ. പിന്നെ അവനെ കളിപ്പാട്ടം പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തു. ഞാൻ അവിടേക്ക് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ഇവരുടെ സെലക്ഷൻ കഴിഞ്ഞു കേട്ടോ. ഒരു ലോറിയും അതുപോലെ തന്നെ JCB എന്തോട്ട് വാങ്ങിയത് കേട്ടോ. അത് അത്ര ഗുണമൊന്നുമില്ല കേട്ടോ ഗൈസ്, പെട്ടെന്ന് പൊട്ടി. അവൻ്റെ മുന്നത്തെ JCB ഇവിടെ ഉണ്ട്, അത് ചെറിയൊരു ഇതേ പറ്റിയിട്ടുള്ളൂ. അത് നല്ല ബലമുണ്ട് കേട്ടോ, എത്ര പറഞ്ഞാലും അത് പൊട്ടിയിടൊന്നുമില്ല. ഇതിപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ ചേച്ചി വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഏട്ടൻ ബില്ല് കൊടുത്തു കേട്ടോ. ഏട്ടൻ്റെ വകയാണല്ലോ അത്. അപ്പോൾ മാമയെ കൊണ്ട് അത് വാങ്ങിച്ചപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു ഗൈസ്. ഭയങ്കര ഉരുട്ടിയൊക്കെ നോക്കി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അപ്പം തന്നെ അറിയണമല്ലോ. അപ്പം അതൊക്കെ കറക്റ്റ് നോക്കിയിട്ടാണ് കേട്ടോ. സന്തോഷമായി അവനെ. പിന്നെ എന്തെങ്കിലുമൊക്കെ വേണം, ഞാൻ അവനൊരു വാച്ച് വേണം അവൻ പറഞ്ഞിരുന്നു കേട്ടോ. ഞങ്ങൾ വാച്ച് കിട്ടിയപ്പോൾ അവനെയും വേണമെന്ന്, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഇവിടെയാണ് കേട്ടോ ഞാൻ വാച്ചിൻ്റെ കണ്ണി മുറിക്കാൻ പോയത്. അപ്പോൾ 2 കണ്ണി മുറിച്ചാൽ മതി എന്ന് അവരോട് പറഞ്ഞിട്ട് അതൊക്കെ മുറിച്ചിട്ട് പിന്നെ ബാക്കി സാധനങ്ങളും എല്ലാം വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി.